ബലിയണയ്ക്കാം കാഴ്ചകളെ, തിരയിളകും ഓർമ്മകളെ. ബലിയിലല്ലോ ബലമാർഗം, ബലമല്ലോ ഈ ബലിവേദി. ബലിയിലല്ലോ ബലമാർഗം, ബലമല്ലോ ഈ ബലിവേദി. അബ്രാഹത്തിൻ ബലി പോൽ, ആബേലേകിയ ബലി പോൽ, അബ്രാഹത്തിൻ ബലി പോൽ, ആബേലേകിയ ബലി പോൽ. ആരാധകരുടെ ബലിയിൽ നീ കൃപയുടെ നീറക്കൂ. ആരാധകരുടെ ബലിയിൽ നീ കൃപയുടെ അഗ്നിയിറക്കൂ. ബലിയിലല്ലോ ബലമാർഗം, ബലമല്ലോ ഈ ബലിവേദി. ബലിയിലല്ലോ ബലമാർഗം, ബലമല്ലോ ഈ ബലിവേദി. തുടരാം ജീവിത ബലി ഞങ്ങൾ, അനുദിനമെന്നും തളരാതെ. തുടരാം ജീവിത ബലി ഞങ്ങൾ, അനുദിനമെന്നും തളരാതെ. അപ്പകരിവരുടെ പാതകളിൽ കുരിശിൻ നിഴലു വിരിക്കൂ. അർപ്പകരിവരുടെ പാതകളിൽ കുരിശിൻ നിഴലു വിരിക്കൂ. ബലിയിലല്ലോ ബലമാർഗം, ബലമല്ലോ ഈ ബലിവേദി. ബലിയിലല്ലോ ബലമാർഗം, ബലമല്ലോ ഈ ബലിവേദി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും കൃപകളും പൊതുസ്നേഹത്തോടെ നേരുന്നു. ആൻഡ്രൂസ് അച്ച, വികാരിച്ചനായ ടൈറ്റസ് അച്ച, സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ഒത്തിരി ആനന്ദത്തോടെയാണ് നമ്മൾ ഈ തിരുനാൾ ഓരോ വർഷവും ആഘോഷിക്കുന്നത്. ഇപ്രാവശ്യവും ഈ സാഹചര്യത്തിൽ നമ്മളിത് ആഘോഷിക്കുന്നു. പള്ളിയിലായിരുന്നുകൊണ്ടും കുടുംബത്തിലായിരുന്നുകൊണ്ടൊക്കെ ഇത് ആഘോഷിക്കുകയാണ്. പരിശുദ്ധമ്മയെന്നും വചനം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ദൈവത്തിൻ്റെ അമ്മയാണെന്ന് തിരിച്ചറിവില്ലെങ്കിലും അല്പം മനസ്സിലാക്കി അതേ എന്ന് പറഞ്ഞ നിമിഷം മുതൽ ആത്മാവിൽ നിറഞ്ഞ് യേശുവിനെ വഹിച്ചുകൊണ്ട് സന്തോഷത്താൽ തുള്ളിച്ചാടി യാത്ര ചെയ്തു. ശുശ്രൂഷയുടെ എന്നും യാത്രയുടെ യേശുവിൻ്റെ കുരിശിൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്ത് അവസാനം ശിഷ്യന്മാരുടെ കൂടെ യേശുവിൻ്റെ മരണശേഷം ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് ഒത്തുചേരുന്ന യാത്ര, സഭയുടെ തുടക്കത്തിൻ്റെ സമയത്തുള്ള ആ സാന്നിധ്യം ഒക്കെ നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ ഈ ബലിയർപ്പിക്കുകയാണ്. രണ്ട് ചിന്തകളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒന്ന്, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊക്കെ അമ്മ പുതിയ പ്രതീക്ഷ നൽകുന്നു എന്നുള്ളത്. അമ്മയുടെ പാപം, ഉത്ഭവപാപം, അമ്മയാകുമെന്ന വലിയ കൃപയാൽ ദൈവം
മാറ്റിക്കൊടുത്തു എന്ന തിരിച്ചറിവ്, നാം ചെയ്തു പോയ പാപങ്ങളും നമ്മുടെ എല്ലാ കുറവുകളും ദൈവം നമ്മോടും പൂർണ്ണമായിട്ട് ക്ഷമിക്കുമെന്ന ഒരു തിരിച്ചറിവ് വിശുദ്ധിയുടെ വഴിയിൽ നടക്കാൻ നമുക്ക് ഉത്തേജനമാകുന്നു, പ്രതീക്ഷ നൽകുന്നു, ശക്തി നൽകുന്നു. അപ്പോൾ നമുക്ക് കരുണയോടെ സ്നേഹത്തോടെ ദൈവത്തിനടുത്ത് എപ്പോഴും കടന്നു വരാൻ, ദൈവത്തോട് എളിമയോടെ മാപ്പ് ചോദിക്കാൻ, പുതുയാത്ര എന്നും തുടങ്ങാൻ നമുക്കിത് പ്രചോദനം നൽകട്ടെ. രണ്ടാമത്തെ ചിന്ത, അമ്മ അതേ എന്ന് പറഞ്ഞ നിമിഷം മുതൽ യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. ശുശ്രൂഷയുടെ യാത്ര. ഫ്രാൻസിസ് പാപ്പ സഭയോട് ഈ കാലഘട്ടത്തിൽ പറയുന്നത്, പൊതു നന്മ ചെയ്യുന്നതിൻ്റെ യാത്ര നിങ്ങൾ ചെയ്യണം. പുതു സ്വപ്നങ്ങൾ നിങ്ങൾ കാണണം. ധൈര്യത്തോടെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. യേശുവിനെ കൊടുക്കണം ആത്മാവിൽ നിറഞ്ഞ്. അമ്മ ചെയ്തത് അതുതന്നെയാണ്. ആത്മാവിൽ നിറഞ്ഞ് യേശുവിനെയും വഹിച്ചുകൊണ്ട് നന്മ ചെയ്ത് ഒത്തിരി പേരെ പ്രചോദിപ്പിച്ച് സഭയെ പടുത്തുയർത്താൻ അമ്മ യേശുവിൻ്റെ കൂടെ നടന്ന് സഹരക്ഷകയായി ശിഷ്യന്മാരോട് ചേർന്ന് ധൈര്യപ്പെടുത്തി അമ്മ മുമ്പേ നടന്നു. നമുക്കും ഇതിരുന്ന് ആഘോഷിക്കുമ്പോൾ ആഗ്രഹിക്കാം, ഈ കൊറോണ കാലം കഴിഞ്ഞു പോകും, ഇതിനെയും അതിജീവിക്കും. ക്രിസ്തു ശിഷ്യരായ നമുക്ക് അമ്മയോട് ചേർന്ന് ആത്മാവിൽ സന്തോഷിച്ച് ആത്മാവിൻ്റെ പുതു പ്രതീക്ഷകൾ, പുതു ആനന്ദം കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ നമ്മിലൂടെ ദൈവത്തിൻ്റെ സന്തോഷം ഈ ലോകത്തിൽ നിറയട്ടെ, ഈ ഇടവകയിൽ നിറയട്ടെ, ഇടവകയിൽ നിന്ന് മറ്റു പ്രദേശം നിറയട്ടെ എന്നാണ് ആശംസ. തിരുനാളിൻ്റെ ആശംസ നേരുന്നതോടൊപ്പം അമ്മ നമ്മെ എല്ലാവരെയും സംരക്ഷിക്കാൻ കൂടെ ഉണ്ടാകട്ടെ എന്നൂടെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ബലിക്കണയാം. ചെയ്തു പോയിട്ടുള്ള പാവങ്ങളോർത്ത് മനസ്തപിച്ചുകൊണ്ട് കൂടെ ഈ രണ്ട് ചിന്തകൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പുതു നന്മകൾ ചെയ്യാൻ ഞാൻ യാത്ര ചെയ്യും എന്ന ഉറച്ച തീരുമാനത്തോടെ, സന്തോഷം നാം കുടുംബത്തിലും ലോകത്തിലും പ്രദാനം ചെയ്യുമെന്ന തീരുമാനത്തോടെ നമുക്ക് ഈ ബലിക്ക് അണയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലും ഇവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനേ.
ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ താതനം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനി ഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാവനി ഹന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ അങ്ങുതാനേകനം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി അങ്ങേ പുത്രനെ സമുചിതമായ വാസസ്ഥലം അങ്ങ് സജ്ജമാക്കിയല്ലോ. അങ്ങേ പുത്രന്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശുദ്ധ കന്യകയെ എല്ലാ പാപക്കറകളിൽ നിന്നും അങ്ങ് കാത്തു സംരക്ഷിച്ചുവല്ലോ. പരിശുദ്ധ കന്യകയുടെ മധ്യസ്ഥം വഴി ഞങ്ങളെയും നിർമ്മലരാക്കി അങ്ങിലേക്ക് എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ച് വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളീണമേ. ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവ് വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച ആദത്തെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
പ്രതിവചന സങ്കീർത്തനം. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവിന് കർത്താവിന് ഒരു പുതിയ കീർത്തനം ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ആലപിക്കുവിൻ, അവിടുന്ന് അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. ചെയ്തിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവിന് കർത്താവിന് ഒരു പുതിയ കീർത്തനം ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ആലപിക്കുവിൻ, അവിടുന്ന് അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. ചെയ്തിരിക്കുന്നു. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തന്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തന്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. കർത്താവിന് കർത്താവിന് ഒരു പുതിയ കീർത്തനം ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ആലപിക്കുവിൻ, അവിടുന്ന് അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന് കർത്താവിന് ഒരു പുതിയ കീർത്തനം ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ആലപിക്കുവിൻ, അവിടുന്ന് അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. ചെയ്തിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവുമനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിന് സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടു കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു: മറിയമേ, ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു: ഇതെങ്ങനെ സംഭവിക്കും?
ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പുരാതനമായ ഈ ആശ്രമ ദേവാലയത്തിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിന് സമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് നമ്മളിവിടെ പരിശുദ്ധ ബലി അർപ്പിക്കുകയാണ്. നമ്മുടെ ഈ ബലിവേദിയിൽ സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ വികാരി ഫാദർ ടൈറ്റസ് കാരിക്കശ്ശേരി, സഹകാർമ്മികനായ ഏറ്റവും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഫാദർ ഷിബു സൈവർ, നമ്മുടെ സഹവികാരിയായ പ്രിയങ്കരനായ ടിനോച്ച, മറ്റ് വന്യ വൈദികരെ, ബ്രദേഴ്സ്, തിരുനാളേറ്റ് നടത്തുന്ന പ്രസിദ്ധേന്തിമാരെ, അവരുടെ കുടുംബാംഗങ്ങളെ, ദർശന സമൂഹാംഗങ്ങളെ, ലത്തോർ സമൂഹാംഗങ്ങളെ, പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചന്മാരെ, ഇത് ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ, അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ. അമലോത്ഭവം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉത്ഭവത്തിൽ തന്നെ പാപരഹിതയായിരുന്നു എന്നാണ്. അമലോത്ഭവ, അമല എന്ന് പറയുന്നവരുടെയൊക്കെ തിരുനാളാണെന്ന്. അമല എന്ന് പറഞ്ഞാൽ പാപരഹിത, പാപമില്ലാത്തവളാണ്. നമ്മൾക്കൊക്കെ അമലയാകാൻ പറ്റും, പക്ഷെ ഒരിക്കലും അമലോത്ഭവയാകാൻ പറ്റില്ല. കാരണം നമ്മൾ ജനിച്ചുപോയി. മാത്രമല്ല, പരിശുദ്ധമ്മ ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം മുൻകൂട്ടി കണ്ട ഒരു സ്ത്രീയാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ അമ്മയാകാൻ ഉള്ള അമ്മയാണ്. അതുകൊണ്ട് തന്നെ ദൈവം കരുതലോടെ മുൻകൂട്ടി പരിശുദ്ധ അമ്മയെ ഉത്ഭവഭാവമില്ലാതെ ജനിപ്പിച്ചു. നമ്മളൊക്കെ ഉത്ഭവഭാവത്തിൽ ജനിച്ചവരാ. അതുകൊണ്ട് നമ്മൾക്കൊരിക്കലും അമലോത്ഭയാകാൻ പറ്റില്ല. പക്ഷേ നമ്മൾക്ക് അമല ആകാം, നിഷ്കളങ്കരാകാം. സത്യം പറഞ്ഞാൽ ഈ തിരുനാൾ തിരുസഭ ഇപ്പോൾ വച്ചിരിക്കുന്നത് ക്രിസ്മസിനൊരുക്കമാണ്. 1000 പുൽക്കൂടുകളിൽ ഉണ്ണി ജനിച്ചാലും നിന്റെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ക്രിസ്മസിന് എന്ത് പ്രസക്തിയെന്ന് അലക്സാണ്ടർ പോപ്പ് ചോദിച്ചിട്ടുണ്ട്. പുൽക്കൂടുകൾ ഒരുക്കേണ്ടത് മനുഷ്യ ഹൃദയത്തിലാണെന്ന് അദ്ദേഹം പറയുന്നു. അതേ, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. അപ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയശുദ്ധിയുള്ള അമലയായ വ്യക്തികളായി നമ്മൾ മാറാൻ തിരുസഭ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന തിരുനാളാണ് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ. നമുക്കറിയാം, നമ്മുടെ ഷിബുവച്ചനിവിടെ സൂചിപ്പിച്ചതുപോലെ, എല്ലാവരും സൂചിപ്പിക്കുന്നത് പോലെ 2020 എന്ന് പറഞ്ഞാൽ ഗൾഫിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കെട്ടിടങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കണമായിരുന്നു. ഈ 2020 ആളിക്കത്തും, ലോകം മുഴുവനും എക്കണോമിക്കലായിട്ട് ബൂസ്റ്റ് ചെയ്യും, ഭയങ്കര ബൂമിങ് ആയിരിക്കുമെന്ന് കരുതിയിരുന്നതാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. മനുഷ്യൻ കൊതിക്കുന്നു, ദൈവം വിധിക്കുന്നു. അതാണ് മനുഷ്യന്റെ മോഹങ്ങളെല്ലാം തകർന്നു വീഴും എന്നൊരു പാട്ടുണ്ടല്ലോ. ലോകസുഖമോഹമെല്ലാം തകർന്നു വീഴും, മാനവന്റെ നേട്ടമെല്ലാം. അപ്പൊ തകർന്നു പോകും, സർവ്വതും തകർന്നു പോരുന്ന അവസ്ഥയുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ അതാണ്, എല്ലാ പ്രതീക്ഷകളും തകർന്ന്. മനുഷ്യൻ കൊതിച്ചതല്ല ദൈവം വിധിക്കുന്നത്. അമ്മയുടെ ജീവിതം ഇതുപോലെ തന്നെയാണ്. പരിശുദ്ധമ്മ കൊതിച്ചത് വിശുദ്ധ ഔസേപ്പിതാവിനെ വിവാഹം കഴിച്ചൊരു ഭാര്യയായി ജീവിക്കാനാണ്, ഒരു കുടുംബജീവിതം നയിക്കാനാണ്.
പക്ഷെ അങ്ങനെ ഒരു കുടുംബജീവനം നയിച്ചിരുന്നെങ്കിൽ പരിശുദ്ധമ്മയെ ആ നാട്ടുകാരറിയും, അല്ലാണ്ട് ആരും അറിയത്തില്ല. പക്ഷെ ഇന്ന് പരിശുദ്ധമ്മയെ അറിയാത്ത ആരും ഈ ഭൂലോകത്തില്ല. കാരണം പരിശുദ്ധമ്മ കൊതിച്ചതല്ല ദൈവം വിധിച്ചത്. ദൈവം വിധിച്ചത് എന്താണ്? പരിശുദ്ധമ്മ ദൈവത്തിന്റെ അമ്മയാകാൻ, ദൈവപുത്രന്റെ അമ്മയാകാൻ, മാനവലോകത്ത് രക്ഷകനായി വരുന്ന രക്ഷകന്റെ അമ്മയാകാനാണ് പരിശുദ്ധ അമ്മയെ ദൈവം വിധിച്ചത്. അപ്പൊ നമ്മൾ അതുകൊണ്ട് കൊറോണ കണ്ടാരും ഭയപ്പെടേണ്ട. എവരി പ്രോബ്ലം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം അവസരങ്ങളാണ്. അവസരങ്ങളായത് മാറ്റണം. ഈ കൊറോണ കൊണ്ട് തന്നെ എന്തോരം മനുഷ്യര് സമ്പാദിച്ചവരുണ്ടെന്ന് വെച്ചാൽ അറിയാവാ. ഇപ്പൊ ഒത്തിരി വീടുകൾ വെക്കുന്നുണ്ട്, പലരും കാറ് വാങ്ങിക്കുന്നു. പ്രതീക്ഷിക്കാത്ത ഒത്തിരി സമ്പാദ്യങ്ങൾ നേടിയവർ അച്ഛനറിയാം. ചിലവര് തളർന്നുപോയി. തളരാൻ പാടില്ല. പ്രതിസന്ധി ഘട്ടങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ വചനം കേട്ട് അതനുസാരം ജീവിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാന തുല്യനാണ്. വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റടിച്ചു, ശക്തമായ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, പക്ഷെ അത് നിലംപൊത്തിയില്ല. അതേ, ഇന്ന് തകർച്ചയുടെ കാറ്റടിക്കുന്നു, അത് ഇല്ലായ്മയുടെ വെള്ളപ്പൊക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പക്ഷെ നമ്മൾ തളർന്ന് വീഴാൻ പാടില്ലെന്ന് യേശുക്രിസ്തു പറയുന്നു. നമ്മൾ വചനം കേട്ട് പാറപ്പുറത്ത് ഭവനം പണിയേണ്ട വ്യക്തികളാണെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളാരും ഭഗ്നാശനാകേണ്ട. ഇപ്പൊ ഇങ്ങനെ തന്നെ ഈ തിരുനാൾ ആഘോഷിക്കാൻ പറ്റിയ മഹാഭാഗ്യമായിട്ടാണ് അച്ഛൻ കാണുന്നത്. നമ്മൾ ആരെങ്കിലും ഓർത്തോ ഇങ്ങനെ ഈ തിരുനാൾ, ഇന്നലത്തെ പ്രദക്ഷിണവും ഇന്നിപ്പോ രാവിലെ മുതലുള്ള ജനങ്ങൾ ഇങ്ങോട്ട്, അത് കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോൾ പാലിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അതൊരു തിരുനാളിന്റെ, ഒരു മിനി തിരുനാളിന്റെ ഒരു അവസ്ഥയിലേക്ക് വന്നത് മഹാഭാഗ്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണേ, നമ്മളാരും ഭഗ്നാശരാകേണ്ട. പലരും പറയാറുണ്ട് കൊറോണ ഒരു ശാപമാണ്, കൊറോണ ദൈവത്തിന്റെ ശിക്ഷയാണ്. ദൈവം ഒരിക്കലും ശപിക്കില്ല, ദൈവം ഒരിക്കലും ശിക്ഷിക്കുകയില്ല. ദൈവം ശിക്ഷണം തരും. അത് നമ്മൾ പഠിക്കണം കേട്ടാ. നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു പാഠമാണ്. ദൈവം നമ്മളെ ശപിക്കില്ല. പഴയ നിയമത്തിലാണ് ശാപങ്ങൾ, പുതിയ നിയമത്തിൽ ശാപങ്ങളില്ല. ദൈവം രക്ഷകനായി വന്നവനാണ്. യേശുവിന്റെ കുരിശിലേക്ക് നോക്കിയ രക്ഷപ്പെടാത്ത ഒരുത്തനും ഈ ഭൂലോകത്തില്ല. അതേത് വിശ്വാസിയാകട്ടെ, ഏത് മതവിശ്വാസിയാകട്ടെ, യേശുവിന്റെ കുരിശിലേക്ക് നോക്കിയാൽ അവന് പരിഹാരമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു ശാപമായിട്ട് നമ്മൾ ഇതിനെ കാണരുത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപമാണല്ല, പക്ഷെ ഒരു ശിക്ഷണമാണ്. അതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഈ ആട്ടിടയൻ ആടുകളെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. നമ്മളുടെ നാട്ടിൽ അത് കുറവാണ്. ആട്ടിടയൻ ആടുകളെ കൊണ്ടുപോകുമ്പോൾ ആടുകൾ ഇങ്ങനെ വഴിതെറ്റിപ്പോകും. അതായത് ഇടയൻ ആഗ്രഹിക്കാത്ത വഴിയിലേക്ക് വഴിതെറ്റി പോകുമ്പോൾ ഇടയൻ അത് ബുദ്ധിമുട്ടാണ്. ഇടയൻ ചെന്ന് വടി കൊണ്ട് അടിച്ചടിച്ച് ആട്ടിനെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരും. ഇത്രേ ദൈവം ചെയ്യുന്നുള്ളൂ. അതായത് ദൈവം ആഗ്രഹിച്ച വഴിയിലൂടെ നമ്മൾ പോയില്ലെങ്കിൽ ദൈവം നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു. ഒരിടയന് 100 ആടുകൾ ഉണ്ടായിരിക്കെ ഒന്നിനെ നഷ്ടപ്പെട്ടാൽ 99 വിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോകുന്ന നല്ല ഇടയനാണ് നമ്മുടെ യേശുക്രിസ്തു. അതുകൊണ്ട് നമ്മൾ ആരും നഷ്ടപ്പെടാൻ പാടില്ല, നമ്മുടെ ഒരു ആത്മാവ് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വഴിതെറ്റിപ്പോകുമ്പോൾ ദൈവം ഇതാണ് വഴി, ഇതാണ് വഴി എന്ന് ദൈവം പറയുന്നു. ഇത്ര ഉള്ള ഈ കൊറോണ, വേറെ ഒന്നുമില്ല. ഇനി ഞാനിത് മനസ്സിലാക്കി തരാൻ ഒരു ഗ്രീക്ക് പുരാണ കഥയുണ്ട്. ഞങ്ങളിത് പഠിച്ചിട്ടുള്ള, കോളേജിൽ പഠിച്ചിട്ടുള്ള ഒരു കഥയാണ്. ഈഡിപ്പസ് രാജാവ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളതെന്നറിയില്ല, കേട്ട് കാണും. പക്ഷെ അത് ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള ഒരു ഗ്രീക്ക് പുരാണ കഥയാണ് ഈഡിപ്പസ് രാജാവ്. ഈഡിപ്പസ് രാജാവ് എന്ന് പറഞ്ഞ രാജാവാണ്. അദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് ലയസ് എന്നാണ്, അമ്മയുടെ പേര് ജൊക്കാസ്റ്റ എന്നാണ്. ഈ ലയസ് രാജാവിനും ജൊക്കോസ്റ്റ റാണിക്കും ഉണ്ടായ കുട്ടിയുടെ പേരാണ് ഈഡിപ്പസ്. അപ്പൊ അന്ന് സാധാരണ എങ്ങനെയാണെന്ന് അറിയാമോ? അന്ന് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഈ ശമയോൻ യേശുക്രിസ്തുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നത്, ശമയോന്റെ അടുത്ത് ദേവാലയത്തിൽ കൊണ്ടുവന്നത് പോലെ ഈ കുട്ടികളെ കൊണ്ട് ഈ പ്രവാചകന്റെ അടുത്ത് കാണിച്ചിട്ട് പറയും, ഇവൻ ആരായിത്തീരുമെന്ന്. അങ്ങനെ രാജകുടുംബത്ത് പിറന്ന ഈഡിപ്പസ് എന്ന ഈ കുഞ്ഞിനെ ലയസ് രാജാവും ജൊക്കോസ്റ്റ റാണിയും ഒരു ഡൽഹി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ താർസിയസ് എന്ന് പറയുന്ന ഒരു അന്ധനാണ് ഈ പ്രവാചകൻ. അയാൾക്ക് കണ്ണ് കാണാൻ പാടില്ല, പക്ഷെ അയാൾക്ക് ഉൾക്കാഴ്ചയുണ്ട്. അയാൾക്ക് കണ്ണിന്റെ നേത്രങ്ങൾ കൊണ്ട് അത് കാണാൻ പറ്റത്തില്ല, പക്ഷെ ഉൾക്കാഴ്ചയുണ്ട്. ഈ മനുഷ്യൻ ഈ കുട്ടിയെ കണ്ടിട്ട് പറഞ്ഞത്, ഈ പ്രവാചകൻ പറഞ്ഞത്, ഇവൻ അപ്പനെ കൊന്നിട്ട് അമ്മയെ കല്യാണം കഴിക്കും. ഇതിലും വലുതൊന്നും വല്ലതും കേൾക്കാനുണ്ടാ? നമ്മൾ ടൈറ്റസ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു കുട്ടിയെ കാണിക്കുമ്പോൾ ടൈറ്റസ് അച്ഛൻ പറയാണ്, ഇവൻ അപ്പനെ കൊന്നിട്ട് അമ്മയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വീട്ടുകാർ ആ കുട്ടിയെ പിന്നെ വളർത്തു. അതുകൊണ്ട് എന്ത് ചെയ്തു?
രാജകുടുംബമല്ലേ? ലേസ് രാജാവിനെ കൊന്നിട്ട് ജൊക്കാസ്റ്റാറാണെങ്കിൽ ഇവൻ കല്യാണം കഴിക്കുമെന്നാ പ്രവചിച്ചിരിക്കണേ. അതുകൊണ്ട് എന്ത് ചെയ്തു? പടയാളികളെ വിളിച്ചിട്ട് പറഞ്ഞു ഇവനെ കൊണ്ട് കൊന്നുകളയാൻ. അങ്ങനെ ഈഡിപ്പസിനെ കാട്ടിൽ കൊണ്ടുപോകുന്നു കൊന്നുകളയാൻ. എന്നാൽ ആട്ടിടയന്മാര് പറഞ്ഞു ഈ നിഷ്കളങ്ക കുഞ്ഞിനെ എന്തിനാ കൊല്ലണേ, ഇങ്ങോട്ട് തന്നേക്ക്, ഞങ്ങൾ വളർത്തിക്കൊള്ളാം, നിങ്ങൾ പോയി പറഞ്ഞോ കൊന്നുകളഞ്ഞെന്ന്. അങ്ങനെ ആട്ടിടയന്മാർക്ക് കൊടുത്തിട്ട് ഇവര് തിരിച്ചു പോകുന്നു കൊട്ടാരത്തിലേക്ക്. കുട്ടിയെ കൊന്നത് കള്ളം പറയുകയും ചെയ്തു. ഇവൻ വളരുകയാണ്, ഈഡിപ്പസ് വളരുന്നു. പക്ഷെ നമ്മൾ ഓർക്കണം, കുടുംബത്ത് പിറന്നവനാണവൻ. അവൻ രാജകുടുംബത്തിലെ മകനാണ്, ഒരാട്ടിടയനാകാനുള്ളവനല്ല. അവൻ നല്ല സൈസായി, നല്ല ബുദ്ധിമാൻ, ശക്തിമാൻ, ധൈര്യശാലി, ഇങ്ങനെ ഇവൻ വളർന്നു വരികയാണ്. കുറെ നാളായി ഇതൊന്നും ജൊക്കാസ്റ്റാറാണിയും ലേസ് രാജാവ് അറിയുന്നില്ല. കുറെ നാളുകൾ കഴിഞ്ഞ് ഇവൻ കുതിരപ്പുറത്ത് യാത്ര, കാരണം രാജകുടുംബമല്ലേ, ഇവൻ കുതിരപ്പുറത്തെ യാത്ര ചെയ്യത്തുള്ളൂ. ഒരിക്കൽ ഇങ്ങനെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ എതിരെ ഒരാൾ വരുന്നു. അവനും കുതിരപ്പുറത്താണ്. ഇടുങ്ങിയ വഴിയാണ്. രണ്ടു കൂട്ടരും സ്ഥലം കൊടുക്കാൻ തയ്യാറായില്ല, മാറിക്കൊടുത്തില്ല. ഒടുവിൽ വാളെടുത്ത് യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിൽ അയാളെ വെട്ടിക്കൊല്ലുകയാണ് ഈഡിപ്പസ്. പക്ഷെ അത് ലേസ് രാജാവായിരുന്നു. കണ്ടാ, പ്രവാചകന്റെ വചനങ്ങൾ എത്ര കണ്ട് നിർവഹിക്കപ്പെടുന്നു. അത് ലേസ് രാജാവായിരുന്നു. സ്വന്തം അപ്പനെയാണ് അവൻ യുദ്ധത്തിൽ കൊന്നത്. അങ്ങനെ ആ രാജ്യത്ത്, കൊറിയന്ത് എന്നാണ് ഈ രാജ്യത്തിന്റെ പേര്, ആ രാജ്യത്ത് രാജാവില്ലാതായി. അങ്ങനെ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് ചോദ്യം ചോദിക്കും. ഈ ചോദ്യത്തിന് മറുപടി പറയുന്ന ഏത് വ്യക്തിയെയും ജൊക്കാസ്റ്റാ റാണിയുടെ ഭർത്താവായി സ്വീകരിക്കും. രാജകൊട്ടാരത്തിൽ അവൻ രാജാവായിട്ട് വാഴാം. പലരും വന്നു ചോദ്യത്തിന് ഉത്തരം നൽകാൻ, ആരും ഉത്തരം നൽകിയില്ല. എന്നാൽ ഈഡിപ്പസ് നൽകിയ ഉത്തരം, ചോദ്യം ഇതായിരുന്നു. ചോദ്യം ഇതാണ്: ബാല്യത്തിൽ 4 കാലിൽ നടക്കും, യൗവനത്തിൽ 2 കാലിൽ നടക്കും, വാർദ്ധക്യത്തിൽ 3 കാലിൽ നടക്കും. ഏതാണ് ആ ജീവി? ഏതാണ് ആ ജീവി? ഈഡിപ്പസ് പറഞ്ഞു, മനുഷ്യൻ. അവൻ മനുഷ്യനാണ്. അതേ, ചെറുപ്പത്തിൽ നമ്മൾ നിറങ്ങി 4 കാലിൽ നടക്കുന്നു, യൗവനത്തിൽ നമ്മൾ 2 കാലിൽ നടക്കുന്നു, പ്രായമാകുമ്പോൾ നമ്മൾ വടിയും കുത്തിപ്പിടിച്ച് 3 കാലിൽ നടക്കുന്നു. അങ്ങനെ ജൊക്കാസ്റ്റാ റാണി ഇവനെ കല്യാണം കഴിക്കുന്നു. കൊട്ടാരത്തിൽ അമ്മയും മകനും ജീവിക്കണം. അവർക്കറിയില്ല, അമ്മക്കറിയില്ല മകനാണെന്ന്, മകനറിയില്ല അമ്മയാണെന്ന്. അവിടെ സത്യം പറഞ്ഞാൽ കൊട്ടാരത്തിലെ മണവറ മലിനമായി കൊണ്ടിരിക്കുകയാണ്. 3 കുഞ്ഞുങ്ങളുണ്ടായി. ഇനി കേട്ടോ, അവിടെ ദുരന്തങ്ങൾ വരാൻ തുടങ്ങി. ഇതാണ് നമ്മൾ ഇന്ന് സംഭവിക്കേണ്ടത്. പ്ലേഗ്, അക്ഷരാർത്ഥത്തിൽ പ്ലേഗ്, ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരി കൊറിയന്ത് എന്ന രാജ്യത്തെ വേട്ടയാടാൻ തുടങ്ങി. ഒന്നിനു പിറകെ ഒന്നായി പ്രജകൾ മരിച്ചു വീഴാൻ തുടങ്ങി. ജോലി നഷ്ടപ്പെട്ടു, തൊഴിലില്ലാതെയായി, പട്ടിണിയും ദാരിദ്ര്യവുമായി. അപ്പൊ എല്ലാവരും പറഞ്ഞു ലേസ് രാജാവിനെ വധിച്ചതുകൊണ്ടുള്ള ശാപമാണെന്ന്. അങ്ങനെ ആരാണ് ലേസ് രാജാവിനെ വധിച്ചതെന്ന് അറിയാൻ വേണ്ടി പലരും പോയെങ്കിലും പലർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒടുവിൽ തിരിച്ചു ചെന്നു ഈ പ്രവാചകന്റെ അടുത്ത്. താർസ്യാസ് എന്ന് പറയുന്ന അന്ധനായ പ്രവാചകൻ പറഞ്ഞു, കൊട്ടാരം മലിനമായിരിക്കുന്നു, അതിന്റെ ഭവിഷ്യത്തുകളാണെന്ന് ലോകം, ഈ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടാരത്തിൽ അനാശാസ്യം, അവിടെ കിടക്ക പങ്കിടുന്നത് ഭാര്യയും ഭർത്താവും, അത് അമ്മയും മൗനുമാണ്. 3 കുട്ടികൾ അവർക്ക് ജനിച്ചു. അവനാണ് രാജാവിനെ കൊന്നത്. അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അവന്റെ അമ്മയാണ്. ഈ ദുരന്ത കഥ കേട്ടതോടുകൂടി ഈഡിപ്പസ് എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ സഹോദരങ്ങളെ? ഇത് കേട്ടതോടുകൂടി ജൊക്കാസ്റ്റാ റാണി തൂങ്ങി മരിക്കുകയാണ്. ജൊക്കാസ്റ്റാ റാണി കൊട്ടാരത്തിൽ തൂങ്ങി മരിക്കുന്നു. ഈഡിപ്പസ് 3 കുട്ടികളെയും കയ്യിൽ പിടിച്ച് കൊട്ടാരം വിട്ടിറങ്ങിയിട്ട് അവന്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിക്കുന്നു. അവൻ അന്ധനായി മാറുകയാണ്. അങ്ങനെ അന്ധനായ ഈഡിപ്പസ് 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് കൊട്ടാരം വിട്ടിറങ്ങിപ്പോകുന്നു. ഇതാണ് ഈഡിപ്പസ് രാജാവിന്റെ കഥ. സത്യം പറഞ്ഞാൽ ഇന്നിതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയോ പ്രശ്നങ്ങളുണ്ട്, എവിടെയോ മാലിന്യങ്ങളുണ്ട്, എവിടെയോ കഴുകേണ്ടതുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളാണിത്. എവരി പ്രോബ്ലം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ദൈവം നൽകിയ അവസരങ്ങളായി ഇതിനെ കാണണം സഹോദരങ്ങളെ. ഇത് മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മെറ്റനോണിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമുണ്ട്. ഈ മെറ്റനോണിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ നമുക്ക് മലയാളികൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മറുകണ്ഠം ചാടുക എന്നാണ്. മറുകണ്ഠം ചാടുക. ഒരു കണ്ടത്തിൽ, ഇപ്പൊ ഇവിടെ കണ്ടമുണ്ടല്ലോ, പാടം, കണ്ടം,
ഞങ്ങളുടെ നാട്ടിൽ കണ്ടോന്ന് പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞ പാടം കണ്ടോന്നൊക്കെ പറയില്ലേ ഈ വിളവെടുക്കുന്ന. അപ്പോൾ വെള്ളമാണ് അതിൽ. മറുകണ്ഠം ചാടുക എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ കിടക്കുന്ന മീനിന് ശ്വാസം കിട്ടാതെ, നല്ല ഓക്സിജൻ കിട്ടാതെ അതിങ്ങനെ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനൊരു സെൻസേഷൻ കിട്ടുന്നു. അതായത് അടുത്ത കണ്ടത്തിൽ നല്ല വെള്ളമാണ്, നല്ല ഓക്സിജൻ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് അന്ത്യശ്വാസം വലിക്കാൻ പോകുന്ന ഈ മീന് അവന്റെ അവസാന ശ്വാസത്തിന് മുൻപ്, മരിക്കുന്നതിന് മുമ്പ് കുതിച്ചൊരൊറ്റ ചാട്ടം ആ വെള്ളത്തിലേക്ക്. അവന് ജീവൻ വെച്ച് വരികയാണ്, അവന് ജീവൻ വെച്ച് വരികയാണ്. ചത്തുപോകേണ്ട മീന്. ഈ അടുത്ത കാലത്തൊരു വീട്ടുകാര് CRC വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഈ ഇടയ്ക്ക് ഒരു ദുരന്തം ഉണ്ടായിച്ച. നമ്മുടെ നാട്ടിലാണ് ഒരു സ്ഥലം, മഞ്ഞുമേലല്ലെന്ന് മാത്രമേ ഉള്ളൂ. അവര് മീനിനെ വളർത്തണേണ്, കാരണം ഈ കൊറോണ കാലമാണല്ലോ. അപ്പൊ മീനിനെ വളർത്തി ഏതാണ്ട് 2 ലക്ഷം രൂപക്ക് വിലയുള്ള മീന് മൂത്ത് റെഡിയായിട്ട് നിൽക്കണേണ്. അപ്പൊ ഓക്സിജനൊക്കെ കൊടുക്കും, അല്ലാണ്ട് പറ്റത്തില്ല. അപ്പൊ ഇവരുടെ ഭാര്യയുടെ വീട്ടിൽ അളിയൻ ആരോ മരിച്ചു. അങ്ങനെ ഇവരെല്ലാവരും കൂടി, ഭാര്യയും ഭർത്താവും മക്കളും കൂടി ആ വീട്ടിൽ പോയി 7 കഴിയുന്നവരെ അവിടെ നിന്നു. അപ്പോൾ അനുജനെ ഏൽപ്പിച്ചിട്ട് പോയി, അനുജ നോക്കിക്കൊള്ളണം, നീ ഓക്സിജനൊക്കെ നല്ലപോലെ നോക്കണം, അതുപോലെ തന്നെ ഭക്ഷണം കൊടുത്തോളാൻ പറഞ്ഞു. ഇവര് പോയി ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? ഈ മീന് മുഴുവനും ചത്തു കിടക്കണേ. ഈ 2 ലക്ഷം ഇത്രയും നാൾ അധ്വാനിച്ച അധ്വാനത്തിന്റെ ഫലം ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണു. 2 ലക്ഷം രൂപ കിട്ടേണ്ട മീന് മുഴുവനും ആക്കിയൊറിയത്തിൽ ചത്തു കിടക്കുന്ന അവസ്ഥ. ഇത്ര കണ്ട് നമ്മൾ ഇന്ന് പലരും അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുണ്ട്, നമ്മുടെ ഇടവകയിൽ തന്നെ ഉണ്ടല്ലോ. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങള്, തകർന്നുകൊണ്ടിരിക്കുന്ന ദാമ്പത്തിക ബന്ധങ്ങള്, തകർന്നുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതങ്ങള്. എത്രയോ കുടിയ മദ്യപാനികള് അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു. മെറ്റനോണിയ ഒന്ന് ചാടാൻ, മറുകണ്ഠം ചാടാൻ അതിനുള്ള സഹമയമാണ് സഹോദരങ്ങളെ ഇത്. അല്ലാണ്ട് ഇതിനൊരു ശാപമായിട്ടോ ശിക്ഷയായിട്ടോ നമ്മൾ കാണരുതും. ഞാൻ നിൽക്കുന്ന അതുകൊണ്ടല്ലേ പ്രവാചകൻ പറയുന്നത്, ബാറൂഖ് പ്രവാചകൻ പറയുന്നു, നീ ദൈവത്തിൽ നിന്ന് അകലുവാൻ കാണിച്ച ആ തീഷ്ണതയില്ലേ, അതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ നീ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ അതിനുള്ള സമയമാണ് ഈ കൊറോണ കാലം. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഒരിക്കലും ഒരു സ്കൂളിൽ ധ്യാനിപ്പിക്കാൻ പോയി, ടീച്ചർമാരാ. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്നു, ടീച്ചറാണ്, കൊച്ചുകുട്ടിയാണ്. അവൾ വന്നിട്ട് പറഞ്ഞു, ആൻഡ്രൂസ് അച്ഛൻ എന്നെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ അറിയത്തില്ല. ആ അച്ഛനെ എനിക്കറിയാമെന്ന് പറഞ്ഞു. പിന്നെ ഇവളുടെ കഥ പറയണ, അവളവിടെ +2 പഠിപ്പിക്കുന്ന ടീച്ചറാ, കൊച്ചുകുട്ടി. അത്ഭുതം തോന്നി, നീ ടീച്ചറാണെന്ന് തോന്നുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറയണം, അച്ഛാ എനിക്ക് അച്ഛനെ അറിയാം അച്ഛാ, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനെ പരിചയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ നേരിൽ വന്ന് കണ്ടിട്ടില്ല. ഒരു പള്ളിയിലാണ്, ദേവരപ്പള്ളിയിൽ. അതായത് ഇവള് ആ ഇടവകയിൽ ഏറ്റവും നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. നല്ല മിടുക്കി കുട്ടി, നല്ലപോലെ പഠിക്കും. 10ാം ക്ലാസ് ഫുള്ള് A+ മാത്രമല്ല, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആ കുട്ടി പാസ്സായി. പക്ഷെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അവൾക്ക് എഞ്ചിനീയർ ആകാൻ ആഗ്രഹം. അന്ന് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്, ഇന്ന് അതിന് വിലയൊന്നും ഇല്ലല്ലോ. ഏതായാലും വികാരി അച്ഛനും ഭക്തസംഘടനകളും തീരുമാനിച്ചു ഇവളെ പഠിപ്പിച്ച് ഇവരുടെ ആഗ്രഹം നിറവേറ്റാൻ. അങ്ങനെ അവരുടെ ഉത്തരവാദിത്തത്തോടെ ഈ കുട്ടിയെ കൊണ്ട് +1 ഉയർത്തു. മറ്റു മതത്തിൽപ്പെട്ട ഒരു പയ്യൻ വന്ന് ഇവളെ നശിപ്പിക്കാൻ തുടങ്ങി. ഇവളെ വലവീശി പിടിച്ചു, കിനാവള്ളി പിടിക്കുന്നത് പോലെ ഇവളെ കയറി പിടിച്ചു. അവസാനം ഇവക്കൊരു രക്ഷയില്ല. ഒരു പെൺകുട്ടി എത്ര കണ്ട് നശിക്കാം അത്ര കണ്ട് അവൾ നശിച്ചു. ഇനി ഒന്നും അവൾക്ക് നഷ്ടപ്പെടാനില്ല. പഠിക്കാൻ പറ്റുന്നില്ല, ഉറക്കമില്ല, പ്രാർത്ഥിക്കാൻ പറ്റണില്ല, എപ്പോഴും കണ്ണുമിഴിച്ച് കിടക്കണേ. ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നു. വികാരിയച്ഛനെയും ഭക്തസംഘടനയെയും മാതാപിതാക്കളെ അവൾ ചതിക്കുകയാണെന്ന് അവൾക്കറിയാം. അവൾ അങ്ങനെ +1 പരീക്ഷ എടുത്തിരിക്കുക. ഈ സമയത്ത് തേവരപ്പള്ളിയില് കുട്ടികൾക്ക് വേണ്ടി പരീക്ഷ ഒരുക്ക പ്രാർത്ഥന. ആ പെൺകുട്ടിയെ ഏതോ പരിശുദ്ധാത്മാവ് അവിടെ കൊണ്ടുവന്നു. ഇതുപോലെ പള്ളിയിൽ ആരാധന നടക്കുന്ന സമയമാണ്. ആരാധന എഴുന്നള്ളിച്ച് വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അവളെ മനസ്സ് തകർന്നിരിക്കണേ. ഒരുപക്ഷെ അവൾ അവസാനത്തെ ആരാധനയാ. ഇത് കഴിഞ്ഞാൽ ജീവിതം നശിപ്പിക്കുക, അത്രേ ഉള്ളൂ. കാരണം സർവരെയും വഞ്ചിച്ചുകൊണ്ട് അവൾ ജീവിക്കണേ. പക്ഷേ ആ ഒറ്റ പ്രാർത്ഥനയോടുകൂടെ അവളുടെ മനസ്സ് മാറി സഹോദരങ്ങളെ. അവൾ പുറത്തേക്ക് ഇറങ്ങി അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മേലിൽ നീ എന്നെ വിളിച്ചാൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെ ആ സിം ഒടിച്ചു കളഞ്ഞു. അവൾ ആ ബന്ധം വിട്ടു. ആഞ്ഞു പഠിക്കാൻ തുടങ്ങി. നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ. അവൾ ആഞ്ഞു പഠിച്ചു. +1 നന്നായി അവൾ എഴുതി. +2 നന്നായി പരിശ്രമിച്ചു.
നന്നായി അവൾ പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ ഫുൾ A+. ഓക്കെ, തീർന്നില്ല. അതിനുശേഷം അവള് ഡിഗ്രിക്കാ പോയത്, ബിടെക്കിനൊന്നും പോയില്ല. ഡിഗ്രിക്ക് പോയി ചേർന്നു. ഡിഗ്രിക്ക് 3-ാം വർഷം ഏറ്റവും കൂടുതൽ മാർക്ക് ആ കോളേജിൽ വാങ്ങിച്ചവള് പാസ്സായി. PGക്ക് ചേർന്നു. PGക്കും ടോപ്പ് സ്കോററായി ആ കോളേജിൽ അവൾ മാറി. അതിനുശേഷം ഈ സെറ്റ് എഴുതി അവൾ ജയിച്ചു. അപ്പോഴാണ് ഈ സ്കൂളിൽ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. ഒരാളെ എടുക്കാൻ പോവുകയാണ്, ഒരു ടീച്ചറിനെ. കേൾക്കണോ? 57 പേര് ഇവളുടെ കൂടെ വന്നു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ. ഏറ്റവും പ്രായം കുറഞ്ഞ ഈ കുട്ടിയെ അവർ സെലക്ട് ചെയ്തു അവിടുത്തെ ടീച്ചറായിട്ട്. എന്നിട്ട് പറയണം, അച്ഛാ ഞാൻ നിർത്തിയിട്ടില്ല, ഞാൻ നെറ്റെഴുതി കോളേജിൽ പഠിപ്പിക്കും അച്ഛാ, എനിക്ക് പ്രൊഫസർ ആകണം. അവളുടെ ആഗ്രഹം. നോക്കിക്കേ, ഒരൊറ്റ ആരാധന. ഇതാണ് മറുകണ്ഠം ചാടൽ. അവൾ സത്യം പറഞ്ഞാൽ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇല്ല സഹോദരങ്ങളെ, നമ്മൾ നിൽക്കുന്ന ഇടം നല്ലതല്ല എന്ന് നമ്മൾ അറിഞ്ഞിട്ടും, നമ്മൾ ജീവിക്കുന്ന രീതി നല്ലതല്ല എന്ന് നമ്മൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ടൊരു മറുകണ്ഠം ചാടാൻ? ദൈവം നമ്മളെ വിളിക്കുന്നു ശ്വാസം തരാൻ, ഓക്സിജൻ തരാൻ, അന്ത്യശ്വാസം വലിക്കാനല്ല. അതിന്റെ സമയമാണ് ഈ കൊറോണ സമയം. മെറ്റനോണിയ, ഒന്ന് മറുകണ്ഠം ചാടാൻ. അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കേട്ട, നമ്മുടെ ഇടവക്കാരും അതുപോലെ വീട്ടുകാരും ഭാര്യമാരും ഭർത്താക്കന്മാരും എല്ലാവരും എന്ത് ചിന്തിക്കും? മക്കള്, യുവജനങ്ങൾ ഒക്കെ ഒന്ന് ചിന്തിക്കും. ഞാൻ എപ്പോഴും ഇത് ശ്രദ്ധിക്കാറുണ്ട്. ഈ കൊറോണ വന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ നേരത്തെ ഇപ്പം കാണിക്കുന്നില്ല, കളക്ടർമാരെ കാണിക്കും. 14 ജില്ലയിലെ കളക്ടർമാരെ കാണിക്കും. ഒരു ക്രിസ്ത്യാനിനെ നിങ്ങൾ ആരെങ്കിലും കണ്ട? ഒരു ക്രിസ്ത്യാനിനെ ആരെങ്കിലും കണ്ട ഒരു കളക്ടറായിട്ട് കണ്ട നിങ്ങൾ ആരെങ്കിലും? നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ പല മക്കളും അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം ഞാൻ പറയണേ, ഈ പ്രാവശ്യം നീറ്റ് പരീക്ഷ നാഷണൽ ലെവൽ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് സ്കോർ കിട്ടിയ ആക്കാണെന്നറിയാമോ? ഒരു മുസ്ലിമിനാ. പണ്ട് മുസ്ലിങ്ങൾ പഠിക്കാൻ പോലും പോകത്തില്ല, അറിയാമോ? ഇന്ന് അവരെവിടെ എത്തി, നമ്മൾ എവിടെ എത്തി? സ്ഥാപനങ്ങൾ മുഴുവനും കത്തോലിക്ക സഭയുടെ. പക്ഷെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം എവിടെ? നമ്മുടെ മക്കൾക്ക് എവിടെ ലക്ഷ്യം? എവിടെയോ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. മാറ്റനോണിയ, മറുകണ്ഠം ചാടാൻ പരിശുദ്ധമ്മ നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ കലാശക്കൊട്ടെന്ന പോലെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആരും ഇതിനെ ഒരു ശാപമായിട്ട് എടുക്കരുതും, അനുഗ്രഹമായിട്ട് നമ്മൾ എടുക്കണം. സോക്രട്ടീസ് പറയാറുണ്ട്, യു നോ യുവർ സെൽഫ്. നീ നിന്നെ തന്നെ അറിയാൻ. ഞാൻ എന്നെ തന്നെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. അതിനുള്ള സമയമാണിത്. മാർപ്പാപ്പ എടുത്തു പറയുകയുണ്ടായി, ഓരോരുത്തരും ചിന്തിക്കാനുള്ള സമയം. ഞാൻ എവിടെ നിൽക്കുന്നു? ഞങ്ങൾ മഞ്ഞുമല ധ്യാനത്തിൽ വരുമ്പോൾ ആദ്യം പറയുന്ന പ്രസംഗത്തിൽ ഇങ്ങനെ പറയും, സ്റ്റോപ്പ്, തിങ്ക്, സ്റ്റാർട്ട്, പ്രൊസീഡ്. സ്റ്റോപ്പ്, തിങ്ക്, സ്റ്റാർട്ട്, പ്രൊസീഡ്. ഒന്ന് നിർത്തടാ, നിന്റെ ഓട്ടം ഒന്ന് നിർത്താൻ. ഇനി ഒന്ന് ചിന്തിക്കാൻ. ഞാൻ ആരാകേണ്ടതായിരുന്നു, ഞാനിപ്പോ ആരാണ്, ഇനി ഞാൻ ആരാകണം? അതാണ് തിങ്ക്, സ്റ്റാർട്ട്. ചലോ, സ്റ്റാർട്ട്, പ്രൊസീഡ്. മുന്നോട്ട് പോകാൻ ചലോ. അല്ലെങ്കിൽ ഇതൊക്കെ വെറും ഭക്തികൃത്യങ്ങളായി മാറും. നമ്മുടെ തിരുനാൾ മുഴുവനും എപ്പോഴും ഓർക്കണം, ഭക്തിയുണ്ട്, പക്ഷെ നീതിയില്ല. നീതിയില്ലാത്ത ഭക്തനേക്കാൾ ദൈവത്തിനിഷ്ടം ഭക്തിയില്ലാത്ത നീതിമാനെയാണ്. അറിയാമോ നിങ്ങൾക്ക്? നീതിയില്ലാത്ത ഭക്തനേക്കാൾ കർത്താവിനിഷ്ടം ഭക്തിയില്ലാത്ത നീതിമാനെയാണ്. അതുകൊണ്ട് പള്ളിയിൽ വരുന്നതും തിരുക്രമങ്ങളിൽ പങ്കെടുക്കുന്നതും കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം ഒതുക്കാതെ പരിശുദ്ധമ്മയെ പോലെ നീതിയുള്ളവരായി, ദൈവത്തോട് കടപ്പാടുള്ളവരായി ജീവിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഈ തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസകളും എല്ലാവർക്കും നേരുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരനായ വികാരിയച്ഛൻ ഫാദർ ടൈറ്റസ് കാരിക്കശ്ശേരി. നമുക്ക് ഇവിടെ അദ്ദേഹം ഇവിടെ ചാർജ് എടുക്കുമ്പോൾ ആരും അറിയാത്ത വിധത്തിലാണ്. കാരണം അന്ന് കൊറോണ ഇങ്ങനെ ക്ലൈമാക്സിൽ നിൽക്കുന്ന സമയമാണ്. എങ്കിലും അദ്ദേഹത്തിന് ഉള്ളിൽ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, ഇടവകയിൽ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംശയമില്ല. നിങ്ങളൊരു കാര്യം ചെയ്ത് സഹകരിച്ചാൽ മാത്രം മതി. നേരെ വാ, നേരെ പോ. അത്രേ ഉള്ളൂ. ടൈറ്റസ് അച്ഛൻ അത്രേ ഉള്ളൂ. നേരെ വാ, നേരെ പോ. ഒരു പ്രശ്നവും ഇല്ല.
അദ്ദേഹം ഇവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, ഉറപ്പാണ്. ഈ ഇടവകയിൽ വലിയ മാറ്റങ്ങൾ, മറുകണ്ഠം ചാടും, ഒത്തിരി പേര് മറുകണ്ഠം ചാടും ഈ അന്ധവിശ്വാസം വലിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ കൂടെ ഒന്ന് സഹകരിച്ചാൽ മാത്രം മതി. നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യും, ഒരു സംശയമില്ല. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. അതോടൊപ്പം തന്നെ ടിനു അച്ഛൻ നേരത്തെ പ്രൊവിൻഷ്യൽ സെക്രട്ടറി ആയിരുന്നു, അന്ന് തന്നെ പുള്ളിക്ക് നല്ല പേരാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിൽ നല്ല തീഷ്ണതയായി എല്ലാ കാര്യങ്ങളിലും അച്ഛനോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഓടി നടന്ന് പ്രവർത്തിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട ടിനു അച്ഛൻ, നമ്മുടെ അസന്തി വികാരി, ഈ രണ്ടു പേർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസകളും നമ്മുടെ പ്രിയങ്കരനായ ഷിബോച്ചൻ്റെ പേരിലും മറ്റെല്ലാവരുടെയും പേരിൽ ഞങ്ങൾ നേരുകയാണ്. ദൈവജനത്തെ നയിക്കുവാനുള്ള ശക്തിയും കരുത്തും ഉന്മേഷവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആശ്രമത്തിലെ ഒത്തിരി വൈദികരുണ്ട്, സേവനം ചെയ്യുന്ന നമ്മുടെ മാസ്റ്റർ ആന്റണി KJ അച്ഛൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിക്സൺ അച്ഛൻ, അതുപോലെ തോമസ് അച്ഛൻ പ്രൊക്കറേറ്റർ, അങ്ങനെ ഒത്തിരി വൈദികർ, ഒത്തിരി പ്രായമായവരും മറ്റ് ബ്രദേഴ്സും അതുപോലെ തിയോളജിയൻസ് ഒക്കെ നമ്മുടെ ഇവിടെ സേവനം ചെയ്യുന്ന, അത് തന്നെ നമുക്കൊരു മുതൽക്കൂട്ടാണ്. അവർക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസകൾ അച്ഛൻ നേരുകയാണ്. അതുപോലെ കപ്പേരി, ചെമ്മതൂർ അൾത്താര ബാലകന്മാര്, മനോഹരമായി ഗാനമാലപിക്കുന്ന ഗായക സംഘം, ദർശന സമൂഹങ്ങള്, അതുപോലെ മറ്റ് ലത്തോർ സമൂഹാംഗങ്ങള്, അതുപോലെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പേര് ഉള്ളിലും പുറത്തുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഇടവക ജനങ്ങൾക്ക് മുഴുവനും ഈ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഏറ്റവും ഒടുവിലായി നമ്മൾക്കറിയാം, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വർഷത്തെ പ്രതിസന്ധിമാർ ഈ തിരുനാള് വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ ആഗ്രഹിച്ചത്. പക്ഷേ അത് നമുക്ക് സാധിച്ചില്ല എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് തിരുനാൾ നടത്താൻ പറ്റി. അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കണ്ട. ഈ 2020 ദൈവം ആഗ്രഹിക്കുന്നത് ഈ തിരുനാൾ ഇങ്ങനെ നടത്താനാണ്. അതിനപ്പുറത്ത് നമ്മളൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ ആരും ഓർക്കണ്ട പ്രതിസന്ധിയായിട്ടൊന്നും തിരുനാൾ നല്ലപോലെ നടത്താൻ പറ്റിയില്ലല്ലോ. ഇല്ല സഹോദരങ്ങളെ, ദൈവത്തിന്റെ മുമ്പിൽ 100 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി ചെയ്തു. നമ്മൾ കൊതിക്കും, ദൈവം വിധിക്കും. ദൈവം വിധിച്ചതിൽ നടന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നുമില്ല. എല്ലാ പ്രതിസന്ധിമാരെയും അവരുടെ സേവനങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. പരിശുദ്ധ അമലോത്ഭവ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമീൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നിരവധിയായ അപേക്ഷകള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമതി തമ്പുരാന്റെ കരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ യേശുനാഥ, തിരുസഭയെ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയെയും അതിരൂപതയെ നയിക്കുന്ന എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും പ്രത്യേകമായി തിരുനാൾ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് അച്ഛനെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുസഭയെ സ്നേഹത്തിലും ഐക്യത്തിലും നയിക്കുന്നതിനും എല്ലാ ജനതകൾക്കും സുവിശേഷം നൽകുന്നതിനുമുള്ള കൃപ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹസ്വരൂപനായ പിതാവേ, ഇടവകയെ ഒരു കുടുംബമെന്ന പോലെ നയിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട വികാരി ടൈറ്റ്സ് അച്ഛനെയും സഹവികാരി ടിനു അച്ഛനെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ പ്രവർത്തനത്താൽ ദൈവജനത്തെ പരിപാലിക്കുന്നതിന് വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കുന്നതിനും ഇടവകയിൽ ധാരാളമായി ദൈവവിളി ഉണ്ടാകുന്നതിനും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ യേശുനാഥ, പരിശുദ്ധ അമ്മയുടെ 155ാമത് ദർശന തിരുനാളിന് നേതൃത്വം നൽകുന്ന മരിയൻ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളെയും എല്ലാ പ്രസിദ്ധന്തിമാരെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും കാനായിലെ കുറവ് നിറവാക്കിയ അമ്മയുടെ മാധ്യസ്ഥം വഴി ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ തിരുമനസ്സിന് ഒത്തവിധം ജീവിച്ച് സ്വർഗത്തിൽ അങ്ങേ സന്നിധിയിൽ
എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും കൂടെ നിത്യാനന്ദത്തിൽ പങ്കുചേരാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രത്യേകിച്ച് ജസ്ന എന്ന നമ്മൾക്ക് വേണ്ടിയും മറ്റെല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമെന്നങ്ങ് അറിയുന്നുവല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കാഴ്ചയെ കാണാൻ വരുന്നിതാ ഞങ്ങൾ, സ്വീകരിക്കണമേ. ഹൃദയതാളത്തിൽ കാഴ്ചയേകാനായി വരുന്നിതാ ഞങ്ങൾ, സ്വീകരിക്കണമേ. നിറയുമീ കാസയിൽ, ഉയരുമീ പീലാസയിൽ, ഏഴയാമൻ ആത്മവേദകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥാ, സർവവും കാഴ്ചയായേകാൻ. സ്വീകരിക്കണമേ നാഥാ, സർവവും കാഴ്ചയായേകാൻ. സഹന വഴികളിലൂടെ കുരിശിൽ തീർത്തൊരു സ്നേഹം, പാവന ബലിപീഠത്തിൽ പകർന്നു നൽകും സ്നേഹം. സഹന വഴികളിലൂടെ കുരിശിൽ തീർത്തൊരു സ്നേഹം, പാവന ബലിപീഠത്തിൽ പകർന്നു നൽകും നേരം. എൻ നിനവിൽ നിന്നുതിരും മിഴിനീർ എൻ മനസ്സിന്റെ ദുഃഖങ്ങൾ ചൊല്ലും. ഇന്നും നിനക്കീടുവാനായി എൻ കദനവും കണ്ണീരും മാത്രം. സ്വീകരിക്കണമേ നാഥാ, സർവവും കാഴ്ചയായേകാൻ. സ്വീകരിക്കണമേ നാഥാ, സർവവും കാഴ്ചയായേകാൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകമറിയത്തിന്റെ അമലോത്ഭവോത്സവത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന രക്ഷാകരമായ ബലി കനിവോടെ അങ്ങ് സ്വീകരിക്കണമേ. അങ്ങേ മുൻകൂട്ടിയുള്ള കൃപയാൽ പരിശുദ്ധ കന്യക എല്ലാ പാപക്കറകളിൽ നിന്നും
ഒഴിവാക്കപ്പെട്ടുവെന്ന് പ്രഖ്യാപിക്കുന്ന ഞങ്ങളും പരിശുദ്ധ കന്യകയുടെ മധ്യസ്ഥം വഴി എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തരാകുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളീണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവീശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴിയെന്നും എന്നേരവും ഭക്തിയോടങ്ങയ്ക്ക് നന്ദി ചൊല്ല. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ദൈവ സ്വഭാവത്തിൽ അദൃശ്യനാണെങ്കിലും മർത്യ സ്വഭാവത്തിൽ ദൃശ്യനായി കാലങ്ങൾക്കൊക്കെയും മുൻപേ ജനിച്ചവൻ കാലത്തികവിൽ മനുഷ്യനായി നാശത്തിലാഴ്ന്ന മനുഷ്യനെ വിണ്ണിലേക്ക് ആനയിക്കാനും നീ ദൃശ്യനായി. ആകയാൽ ആമോദവായ്പിലമരുമാ സ്വർഗീയ ഗായകർ മാലാഖമാ ദിവ്യപ്രതാപനാമങ്ങയ്ക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന.
സർവവിശുദ്ധിയുടെ ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ദ്രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. നിങ്ങളെല്ലാവരിലും കനിയണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പടി ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും പ്രത്യേക മധ്യസ്ഥയായ വിശുദ്ധ അമ്മ ത്രേസ്യയോടും കാലാകാലങ്ങൾ പ്രസാദിപ്പിച്ച സകലവിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ നിലർക്കരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും സാഗരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമ്മൾ കേറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങളുടെ നാഥാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാലിടുമായിടണം. അന്നു വേണ്ടുന്ന ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യദ്രോഹം
ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അപ്പോസ്തലന്മാർ അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങയുടെ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സ്നേഹവും സമാധാനവും ഐക്യവും ഐശ്വര്യവും കൽപ്പിച്ചരുളിയാലും എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളാകുമോർ അനുഗ്രഹീത. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമീൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. Mm-hmm.
സ്വന്തദേഹം വാഴ്ത്തി മുറിച്ചേകും മനസ്സിലെ ദീപമാ ജ്വാല പകർന്നിടും മരുഭൂമിൽ നീങ്ങും തണലേകും ദിവ്യകാരുണ്യം വിണ്ണിൻ സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം ഇരുളേറും വഴികളിൽ അഴലേറും യാത്രയിൽ ഇടയിൻ്റെ കാവലായി അലിവൂറും സ്നേഹമായി അരികിലായി ഉള്ളിലായി ദിവ്യകൂദാശയാ അവനിൽ സ്നേഹമായി ചേർന്നു നിന്നിടുമേ എൻ ജീവൻ പൊതിയും വാത്സല്യത്തിൻ സാഗരം ദിവ്യകാരുണ്യം വിണ്ണിൻ സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം മനുജനായി സ്വന്തദേഹം വാഴ്ത്തി മുറിച്ചേകും മനസ്സിലെ ദീപമാ ജ്വാല പകർന്നിടും മരുഭൂമിൽ നീങ്ങും തണലേകും ദിവ്യകാരുണ്യം വിണ്ണിൻ സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ തിരുനാൾ ആഘോഷങ്ങളുടെ അവസാന മണിക്കൂറിലെ ഈ ദിവ്യബലി നാം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായും ഇന്നീ ദിനം നമുക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് സ്നേഹബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ കൗൺസിലർ, തൊട്ടടുത്ത നമ്മുടെ ആശ്രമത്തിലെ ധ്യാനകേന്ദ്രത്തിലെ സുപ്പീരിയർ, ഇത്രയും സ്നേഹം നിറഞ്ഞ ആൻഡ്രൂസ് അച്ഛനാണ്. ഇനിയൊരു ദിനം ഈ അവസാനത്തെ ഈ ദിവ്യബലിക്ക് അച്ഛനെ ക്ഷണിച്ചപ്പോൾ തീർച്ചയായും സന്തോഷത്തോടെ അച്ഛൻ സമ്മതിച്ചു. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, മിനിഞ്ഞാന്ന് നമ്മളോടൊപ്പം മറ്റൊരു ദിവ്യബലിയിൽ അച്ഛൻ വന്ന് പങ്കുചേരുകയും ചെയ്തു. ഇനി ബലിയർപ്പിച്ച് നമുക്ക് വചന സന്ദേശം നൽകിയ ഒരു മറുകണ്ഠം ചാടുവാൻ ഒരു പുതിയ കാര്യമാണ് ഞാൻ കേൾക്കുന്നത്. മെറ്റനോനിയ എന്ന വാക്കിൻ്റെ അർത്ഥം മാനസാന്തരമാണ്. മാനസാന്തരത്തിന് മറുകണ്ഠം ചാടുക എന്നുള്ള പുതിയൊരു വ്യാഖ്യാനം തീർച്ചയായും നല്ലത് തന്നെയാണ്. നമുക്കറിയാം, നമ്മിൽ പലരും അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. മറുകണ്ഠം ചാടാനുള്ള സമയവുമായിട്ട് അത് ഈ സമയമാണ്. ശക്തമായ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വചനം നമുക്ക് പങ്കുവെച്ച് തന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ആൻഡ്രൂസ് അച്ഛന് ഇടവകയുടെ ദൂരങ്ങളിൽ ഈ ദിവ്യകർമ്മങ്ങളിൽ പങ്കുകൊണ്ടിരിക്കുന്നവരുടെ, ഇനി ദൈവാലയത്തിൽ ആയിരിക്കുന്നവരുടെ, തിരുനാൾ കമ്മിറ്റിയുടെ, കേന്ദ്രസമിതി അംഗങ്ങളുടെ സർവരുടെയും നാമത്തിൽ എത്രയും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്. ഷിബുവച്ചനെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൊച്ചച്ഛനായിരുന്നു. ഇതാണ് ഷിബുവച്ചൻ. എനിക്കൊരു അറിവുണ്ടായിരുന്നില്ല ഷിബുവച്ചൻ വരുമെന്നുള്ള ഇന്നത്തെ കാര്യത്തിൽ. പക്ഷെ നിങ്ങൾക്കറിയാം, ഇതാണ് ഷിബുവച്ചൻ. കൃത്യമായ സമയത്ത് എത്തേണ്ട ഇടങ്ങളിൽ ആ കാര്യങ്ങൾക്ക് ആളവിടെ ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിൽ.
ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇന്ന് നമ്മോടൊപ്പം അച്ഛൻ വന്ന് ഞാൻ ചോദിച്ച് കുർബാനയ്ക്ക് കൂടിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. കൂടിക്കോളാം. നമുക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുവാനായി നമ്മുടെ ഈ കൂട്ടായ്മയിൽ, ഈ പ്രാർത്ഥനയിൽ, ഈ സ്നേഹത്തിൽ, ഈ പങ്കുവയ്പിൽ ഒന്നുചേരുവാനായി വന്നു ചേർന്ന സ്നേഹ ബഹുമാനപ്പെട്ട ഷുബുവച്ചന് ഇത്രയും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. അവസാനത്തെ നന്ദിയിലേക്കാണ്. രണ്ടുപേരെ ഞാൻ അവസാനത്തേക്ക് മാറ്റിവെച്ചതാണ്. ഒന്ന്, നമ്മുടെ ഏലൂർ പോലീസ് സ്റ്റേഷനിലെ SIയും CIയും പോലീസുകാരും മറ്റുമൊക്കെ ഈ 2 ദിനങ്ങളിലും മറ്റു ദിനങ്ങളിലുമൊക്കെ നമ്മോടൊപ്പമുണ്ട്. ഇന്നലെയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു പ്രദക്ഷിണ സമയത്ത്. ഇന്ന് രാവിലെ വന്നിരുന്നു. മിക്കവാറും ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാകും. എന്നോട് പറഞ്ഞു, വെച്ചാൽ കഴിയുന്ന സമയത്ത് ഞങ്ങളിവിടെ ഉണ്ടാകും. മറ്റു ദിനങ്ങളിലുമൊക്കെ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളോടൊപ്പമുണ്ട്. നമ്മളുടെ ഈ സമൂഹത്തെ അവർ കൃത്യതയോട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നുണ്ട്. അതെനിക്കറിയാം. സാധിക്കുന്നുണ്ടോ അത് ചിലപ്പോൾ നമ്മളുടെ കുഴപ്പം കൊണ്ടായിരിക്കാം. അവർ ശ്രമിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം ഇവിടെ ആയിരുന്നതിന്, നമ്മളെ സഹായിക്കുന്നതിന് ഒത്തിരി സ്നേഹത്തോടെ ഇടവകയുടെ ഇവിടെയുള്ള സർവരുടെയും ഇടവകയുമായി ബന്ധപ്പെട്ട സർവരുടെയും നാമത്തിൽ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ്. രണ്ടാമതൊരാൾ അവസാനം വരെ കാത്തുവെച്ചത് അതുകൊണ്ടാണ്. നമ്മളുടെ ഓഫീസിലെ സെക്രട്ടറി, എത്രയും സ്നേഹം നിറഞ്ഞ മിസ് മേഴ്സി ടൈറ്റസ്, ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. ആ പാവം ചേച്ചി ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട്. ഞാൻ അകത്തിരുന്ന് കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഓഫീസ് ടൈമിൽ നമുക്കറിയാം, തിങ്കൾ ബുധൻ വെള്ളി ദിനങ്ങളിൽ ഞാനും കൊച്ചച്ഛനും കംപ്ലീറ്റ് ടൈം ഞങ്ങൾ ഓഫീസിലുണ്ട്. ഞങ്ങൾ ഒരിടത്തും പോകാറില്ല. ഇവിടെ ഒരു കുർബാനയോ ഒരു മരിപ്പോ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഓഫീസിൽ തന്നെയുണ്ട്. ഞങ്ങൾ അകത്തിരിക്കുമ്പോൾ പുറമേ നിന്ന് ചേച്ചിയുമായിട്ട് സംസാരിക്കുന്ന ഇഷ്ടംപോലെ കേൾക്കാറുണ്ട്. ഇഷ്ടംപോലെ നമുക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, ഒത്തിരി നന്ദിയോടെ, പ്രത്യേകിച്ചും ഈ തിരുനാളിൻ്റെ മുന്നൊരുക്കമായിട്ടുള്ള ദിനങ്ങളിലൊക്കെ ഒത്തിരി ജോലികളുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട്, കൊച്ചച്ഛനെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇടവകയുടെ മുഴുവൻ്റെയും നമ്മെ സഹിക്കുന്ന മേഴ്സി ചേച്ചിക്ക് എല്ലാവരുടെയും നാമത്തിൽ നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും സംരക്ഷണവും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഓർമ്മിക്കുകയാണ്. അതായത് ആദ്യ ദിനത്തിൽ നമുക്ക് വന്ന് ബലിയർപ്പിച്ച, പ്രാർത്ഥിച്ച ബോസ്കോ അച്ഛൻ മുതൽ നമ്മുടെ ഈ പള്ളിയുടെ വട്ടക്കല്ലിൽ പുല്ലുപറിക്കുവാനായി ഞാനൊരാളെ ഏൽപ്പിച്ചു. അയാൾ പുല്ലുപറിക്കുവാൻ വേണ്ടി വന്നപ്പോൾ വേറൊരാൾ ഇതൊന്നും അറിയാതെ, ആരോടും പറയാതെ നമ്മുടെ ഈ പള്ളിയുടെ മുൻപിലുള്ള ഓരോ പരിധിയും സാവധാനത്തിൽ ക്ലീൻ ചെയ്ത് തീർക്കുകയായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല, കാരണം പുള്ളിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. എന്തു കൊടുത്താലും എന്നോടൊന്നും വാങ്ങിക്കുന്നുമില്ലേ മനുഷ്യൻ. പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാം, പേര് ഞാൻ പറയുന്നില്ല. ആദ്യമായി ഈ തിരുനാൾ ദിനത്തിൻ്റെ നൊവേന ദിനത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച വൈദികൻ മുതൽ നമുക്ക് വേണ്ടി ഈ ചുറ്റുപാടുകൾ വൃത്തിയാക്കിയ ആ എത്രയും സ്നേഹനിറഞ്ഞ സഹോദരന് വരെ, അതിനുള്ളിൽ എല്ലാവരെയും ഞാൻ ഉൾക്കൊള്ളിക്കുകയാണ്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 7:10 7:15 കൊടിയിറക്കും. 7:15 കൊടിയിറക്കി തിരികെ വരുമ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മൾ അകത്തേക്ക് തിരികെ എടുത്തു വയ്ക്കുന്നതാണ്. പ്രത്യേകമായിട്ട് ഓർക്കുക, ഈ നിമിഷം വരെ നിങ്ങൾ സഹകരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യതയോടുകൂടി തന്നെ നിങ്ങൾ സഹകരിച്ചു കൊണ്ടുപോവുകയാണ്. ഈ അടുത്ത സമയങ്ങളിലും അത് ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അമ്മയോടൊപ്പമായിരിക്കാം. മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ നമുക്കൊരുമിച്ചായിരിക്കാം. നന്മയായിരിക്കട്ടെ നമ്മുടെ ചിന്ത. മറ്റുള്ളവരുടെ നന്മ കാണാൻ തുടങ്ങാം. നമുക്ക് നന്മകൾ കുറ്റങ്ങളായി കാണിക്കാതെ നന്മ കാണാൻ തുടങ്ങാം. മറ്റുള്ളവർ നമ്മുടെ കുടുംബാംഗങ്ങളായി സ്വീകരിക്കാൻ തുടങ്ങാം. നമുക്ക് ഇതൊരു കുടുംബമാണ് നമ്മുടെ. ആരെയും കുറ്റപ്പെടുത്താത്ത, കുറ്റം പറയാത്ത, പരദൂഷണം പറഞ്ഞ് പരത്താത്ത, ആരെയും കുതികാൽ വെട്ടാത്ത ഒരു സമൂഹത്തിലേക്ക് വളരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. പ്രത്യേകമായി ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകമറിയത്തിന്റെ പാപരഹിതമായ ഉത്ഭവം അങ്ങ് സവിശേഷമായി സംരക്ഷിച്ചുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച കൂരാശകളിലൂടെ പാപത്തിന്റെ മുറിവുകൾ സുഖപ്പെടുത്തി
അങ്ങ് ഞങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളീണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. അനുഗ്രഹമരുളൂ അമ്മേ നീ, അശരണരാകും പാപികൾക്കായി തിന്മയകറ്റി പാരിലെന്നും നന്മതനൊളി നീ വീശണമേ. അനുഗ്രഹമരുളൂ അമ്മേ നീ, അശരണരാകും പാപികൾക്കായി തിന്മയകറ്റി പാരിലെന്നും നന്മതനൊളി നീ വീശണമേ. മഞ്ഞും നൽമാലാവേ, അമലോത്ഭവയാം കന്യകേ, നിൻ സുതരേകും നന്മകൾക്കായി നന്ദിയോടെന്നും പ്രാർത്ഥിപ്പൂ. മഞ്ഞും നൽമാലാവേ, അമലോത്ഭവയാം കന്യകേ, നിൻ സുതരേകും നന്മകൾക്കായി നന്ദിയോടെന്നും പ്രാർത്ഥിപ്പൂ. രോഗം ദുഃഖം ദാരിദ്ര്യം നീ പാടിയകറ്റണേ മാതാവേ. രോഗം ദുഃഖം ദാരിദ്ര്യം നീ പാടിയകറ്റണേ മാതാവേ. കരുണ നിറഞ്ഞ നിൻ പ്രാർത്ഥനയാ നാടിനെ എന്നും കാക്കണമേ. കരുണ നിറഞ്ഞ നിൻ പ്രാർത്ഥനയാൽ നാടിനെ എന്നും കാക്കണമേ. മഞ്ഞും മാതാവേ, അമലോത്ഭവയാം കന്യകേ, നിൻ സുതരേകും നന്മകൾക്കായി നന്ദിയോടെന്നും പ്രാർത്ഥിപ്പൂ. അഭയം തേടുന്നവരെ നീ കൈവെടിയരുതേ മാതാവേ. അഭയം തേടുന്നവരെ നീ കൈവെടിയരുതേ മാതാവേ. ആശകളൊരു മാനവർക്കായി ആശ്രയമാകൂ നാഥേ നീ. ആശകളൊരു മാനവർക്കായി ആശ്രയമാകൂ നാഥേ നീ. മഞ്ഞും മാതാവേ, അമലോത്ഭവയാം കന്യകേ, നിൻ സുതരേകും നന്മകൾക്കായി നന്ദിയോടെന്നും പ്രാർത്ഥിപ്പൂ. മഞ്ഞും മാതാവേ, അമലോത്ഭവയാം കന്യകേ, നിൻ സുതരേകും നന്മകൾക്കായി നന്ദിയോടെന്നും പ്രാർത്ഥിപ്പൂ.
നോക്കിക്കോളാം മോനെ, കുഴപ്പമില്ല. ബെൽറ്റ് ഇട്ടാ മതിയില്ല അങ്ങനെയാണെങ്കിൽ ഈ മൈക്കിനകത്ത് ഇട്ടിട്ട് ആ അത്തേക്കിട്ട് ഒന്ന് അച്ഛനൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. മതിയോ? ഓക്കെ, ചെക്ക് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? അച്ഛൻ എന്തെങ്കിലും ഹലോ 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 ഇറക്കുന്നില്ല. ഹലോ ചെക്ക്. സെൻട്രൽ ഒരുമാതിരി വയ്ക്കണം, പക്ഷേ ആ സൈഡിൽ ഒരു കാറുണ്ട്, കുഴപ്പമുണ്ടോ? സെൻട്രൽ ഒരുമാതിരി കുട്ടികളും ദർശനക്കാരുണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾ കൊണ്ടു പിടിക്കുക, അവിടെ നിർത്തിക്ക് വിടാം. ദർശനക്കാരോട് വരാൻ ദർശനക്കാരോട് വരാൻ ഞങ്ങളെടുക്കുന്നില്ല. ഇതിൽ പറയുന്നു മറ്റേതിങ്ങനെ മുന്നിൽ
സ്ലോ ആയാൽ അതൊക്കെ കുട്ടികളെ കയറ്റി വിടാൻ പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ 2020 ദർശന തിരുനാളിൻ്റെ അവസാന നിമിഷത്തിലാണ് നാം. പ്രത്യേകമായി ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാം, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം, നമ്മുടെ നാടിനെ കാത്തുകൊണ്ടു പോകുന്നതിന്. ഈ ദിനങ്ങളിൽ പ്രത്യേകമായി അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട് ഈ ദിനങ്ങളിൽ. അവിടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ഓർക്കാം. ഇനി മുന്നോട്ടുള്ള യാത്ര ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, നമുക്ക് അമ്മയുടെ സംരക്ഷണയിൽ സമർപ്പിക്കാം. വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ആഘോഷങ്ങൾക്ക് അവസാനമിടാം.
നമുക്ക് രണ്ടുപേരും പിടിച്ച് അങ്ങോട്ട് കൊണ്ടുവച്ചാൽ മതിയാവും കേട്ടോ. ചിരട്ടൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. കുട്ടികൾ മുമ്പിലോട്ട് നിർത്തിക്കും. അതിനൊക്കെ പിടിച്ചോളൂ. ഇവരുടെ നിന്ന് പതിയെ പോകാൻ പറ. പിള്ളേർ ആദ്യം കയറ്റി വിട്ടിട്ട് ഇവരോട് പോകാൻ പറ. രൂപം കയറ്റല്ലേ അകത്തോട്ട്.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ അനുഗ്രഹം നിറഞ്ഞ ഒരു സായാഹ്നവും മുന്നോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയും ആശംസിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
മുകളിൽ നോക്കണം കേട്ടോ.